കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടക്കുകയാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നു. പതിനായിരങ്ങളാണ് മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ കൽപ്പാത്തിയിലെത്തിയിരിക്കുന്നത്. കൽപ്പാത്തിയിലെ ഈ സന്ധ്യ വളരെ മനോഹരമായ ദൃശ്യവിരുന്നിനാൽ ഇപ്പോൾ സമ്പന്നമായിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച വിരുന്നാണ് കൽപ്പാത്തിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് ദേവരഥ സംഗമത്തിൻ്റെ. പാലക്കാട്ടെ കൽപ്പാത്തി തെരുവിലെ അഗ്രഹാരങ്ങളെയും ഭക്തരെയും സാക്ഷി നിർത്തിയാണ് കൽപ്പാത്തി ദേവരഥ സംഗമം നടക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം നീണ്ട ഭക്തജനങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ ആ ദേവരഥങ്ങൾ അങ്ങനെ പതുക്കെ നീങ്ങുകയാണ്. ജനം ഇവിടേക്ക് കൽപ്പാത്തിയിലെ ഈ ദേവരഥ സംഗമം കാണുന്നതിനായി ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഒരു മണൽത്തരി പോലും വീഴാത്തത്ര ജനത്തിരക്കാണിപ്പോൾ കൽപ്പാത്തിയിൽ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഈ സന്ധ്യാസമയത്ത് അവിടെ ദേവരഥ സംഗമം നടക്കുന്നു. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിലാണ് ദേവരഥങ്ങൾ മുഖാമുഖം എത്തിയിരിക്കുന്നത്. കൽപ്പാത്തിയിലെ അഗ്രഹാരത്തെരുവ് ഭക്തിമുഖരിതമായിരിക്കുന്നു. ഭക്തജനങ്ങളുടെ സംഗമ ഭൂമി കൂടിയായി മാറിയിരിക്കുകയാണ്. അതാ ദേവരഥ സംഗമം ഇപ്പോൾ കൽപ്പാത്തിയിൽ നടക്കുന്നു. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിലാണിപ്പോൾ ദേവരഥങ്ങൾ മുഖാമുഖം എത്തിയിരിക്കുന്നത്. ഇത് കാണുന്നതിന് വേണ്ടി വളരെ വിദൂരതയിലേക്കാണ് ആളുകൾ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷും ആയിഷത്തുൽ ഷംനയും ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, ഇപ്പോൾ വളരെ മനോഹരമായ കാഴ്ച കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവരഥ സംഗമം നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ദിലീപ് കുമാർ, ദേവരഥ സംഗമം നടന്നു കഴിഞ്ഞു. ഈ വർഷത്തെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ അത് ദേവരഥ സംഗമമായിരുന്നു. അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. 5 രഥങ്ങൾ ഈ തേരുമുട്ടിയിൽ ഇങ്ങനെ സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മളെന്ന് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഒരു പുഴ പോലെ ഒഴുകി കൽപ്പാത്തിയിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യരെല്ലാം കാണാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ദേവരഥ സംഗമമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാടധികം മനുഷ്യർ പല ദേശങ്ങളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളായിരുന്നു. അവരെല്ലാവരും അക്ഷമരായി കാത്തിരുന്നു. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു ഉച്ചക്കൊക്കെ. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടും വൈകുന്നേരത്തെ ആ മനോഹരമായിട്ടുള്ള കാഴ്ച, ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ആളുകളും കാണേണ്ടിയിരുന്ന ഒരു കാഴ്ച, അത് കാണുന്നതിന് വേണ്ടി ഇവിടെ കാത്തിരുന്ന മനുഷ്യരാണ്. എനിക്ക് ഇത്തവണ ഒരു പ്രത്യേകത തോന്നിയ ഷംന, ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. ഇവിടെ കുറച്ച് ലൈറ്റ്സ്, കുറച്ച് അലങ്കാര വിളക്കുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തേരിന്റെ മുകളിലേക്ക് അടിക്കുന്ന ഒരു കാഴ്ച, അത് എന്ത് രസമായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഒരുക്കുന്നത്. ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ഇനി ഏതെങ്കിലും വീട്ടുടമകളാണോ അതോ ദേവസ്വം തന്നെ ചെയ്താണോ എന്ന് അറിയില്ല. എന്തായാലും അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഇപ്പൊ ഇതിലൂടെയൊക്കെ ഞങ്ങളുള്ള ഈ അഗ്രഹാര വീഥികളിലൂടെ
തേരിങ്ങനെ കടന്നു പോകുമ്പോൾ അതിലേക്ക് ഈ അലങ്കാര ലൈറ്റ്സ് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു കാഴ്ച എന്റെ സാറേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എല്ലാ സമയത്തിനും അതിന്റേതായ ഭംഗിയുണ്ട്. നേരത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഒരു ലൈറ്റിന്റെ ഭംഗി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ അഗ്രഹാരത്തിന്റെ അകത്തുകൂടെ വരുമ്പോൾ ഇവിടുത്തെ ലൈറ്റിന്റെ ഒരു ഭംഗി, അങ്ങനെ ഓരോ സമയത്തും പ്രത്യേകിച്ച് രഥങ്ങളിൽ തന്നെ തേരുകളിൽ തന്നെ ഒരു ലൈറ്റുകളും തേരിന്റെ ഓരോ തട്ടുണ്ടല്ലോ അതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഈ അസ്തമയ സൂര്യനെ കാണാൻ കഴിയുമായിരുന്നു. അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അതൊക്കെ ഇപ്പൊ നാളത്തെ പത്രങ്ങളിൽ നമുക്ക് കാണാം, അതിന്റെ കുറെ ചിത്രങ്ങൾ. അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞു. പല ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കാണാൻ കഴിഞ്ഞു. അവരൊക്കെ തന്നെ അവരുടെ ഒരു ആഘോഷമാക്കിക്കൊണ്ട് കൊണ്ടാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ വർഷത്തെ ദേവരഥ സംഗമം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആളുകൾ മടങ്ങുന്നത് അവരുടെ വീടുകളിലേക്ക് മാത്രമല്ല, പല രാജ്യങ്ങളിലേക്ക് കൂടിയാണ് ദിലീപ് കുമാർ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അവർ. കാരണം ഈ രഥോത്സവം ആവുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് രഥോത്സവം കൊണ്ടാടാൻ, അതിൽ അലിഞ്ഞു ചേരാൻ, ഒരു പുഴ കണക്കെ അതിൽ അലിഞ്ഞു ചേരാൻ എത്തിച്ചേരുന്ന ആളുകളായിരുന്നു. അവരൊക്കെ മടങ്ങുകയാണ് ഇനി വീടുകളിലേക്കല്ല, അവർ പല രാജ്യങ്ങളിലേക്ക് മടങ്ങുകയാണ്. ദിവസങ്ങൾ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു 10 ദിവസം മുൻപ് തുടങ്ങുന്ന ആഘോഷങ്ങളാണ്. അന്ന് മുതൽ എത്തിയ ആൾക്കാരുണ്ട്. ഒപ്പം കൽപ്പാത്തിക്കാർ മാത്രമല്ല, നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് അടക്കമുള്ള ആളുകളെ കണ്ടു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. അവരൊക്കെ തിരികെ മടങ്ങുന്നു. അതിനു മുമ്പ് ഒരിക്കൽ കൂടി തേരുകളൊക്കെ കണ്ട് മടങ്ങുന്നു. ഇനിയുള്ള കൗതുകം എന്താണെന്നറിയോ ദിലീപേട്ടാ? ഇന്നിപ്പോ നമ്മൾ വിചാരിക്കും രഥോത്സവം കഴിഞ്ഞു അപ്പൊ ആളുകളൊക്കെ മടങ്ങുന്നു. ഒരിക്കലുമില്ല. കൽപ്പാത്തി 10 ദിവസം എങ്ങനെ ഉണ്ടാവും, ശരിയല്ലേ? അതായത് ഇതൊരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ്. ഒരു മാസം തോറും ഇതേപോലെ ജനങ്ങൾ വരും, വാങ്ങാൻ തൊഴും, എല്ലാ കാര്യത്തിലും പങ്കുകൊള്ളും. ഇത് എന്നും അവർക്ക് തേരാണ്. ഇതൊരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ് ദിലീപ് കുമാർ. ഒരു കാലത്ത് കൽപ്പാത്തി ഉത്സവത്തിന് വരുമ്പോൾ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോകുക എന്നുള്ളൊരു പതിവ് കൂടിയുണ്ട്. അപ്പൊ ഈ ഉത്സവം മാത്രമേ ഇന്ന് തീരുന്നുള്ളൂ. കൽപ്പാത്തിയുടെ അഗ്രഹാര വീതി അതിങ്ങനെ തന്നെ തുടരും. വരും ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും. ഇപ്പൊ ഇരുഭാഗങ്ങളിലും, ഈ കൽപ്പാത്തി അഗ്രഹാരത്തിന്റെ ഇരുഭാഗങ്ങളിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും തുടരും. അപ്പൊ ഇവിടെയുള്ള അഗ്രഹാരത്തിലുള്ള ആളുകൾക്കും അതൊരു ചെറിയ വരുമാനം, അവർക്കൊരു നിശ്ചിത തുക എല്ലാ ഈ 10 ദിവസത്തിനായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വ്യാപാര ഇടപാട് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതൊരു വിശ്വാസപരമായിട്ടുള്ള ചരിത്രം മാത്രമല്ല കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണർ അവരിവിടേക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ദേവനെ എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആചാരമായിരുന്നു ഇതെങ്കിലും ഇതിപ്പോൾ ഇന്ന് കേരളത്തിന്റെ ഒരു ആഘോഷമായി മാറുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്ന് കൊണ്ടാടുന്ന ഒരു ഉത്സവമായി മാറുക കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം ഇത്രയധികം ആവേശത്തോടു കൂടി ആളുകൾ കൊണ്ടാടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ അടുത്ത രഥോത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാ രഥോത്സവ പ്രേമികളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.